ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജ്യൂട്ടർ. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 15 കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ തിയറി ആൻഡ് പ്രാക്ടീസ് ഇതിൽ പാർട്ട് 2 ആയിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് 2021 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 4ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് കാണാത്തവർ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ദ സെക്ഷൻ. August 2021 question paper. 4th question. The idea of gender equality should not blind us to the reality of gender difference. The difference is necessary. Can you elaborate on this idea? ജെൻഡർ ഇക്വാലിറ്റി അഥവാ ലിംഗസമത്വം എന്ന ഒരാശയം ജെൻഡർ ഡിഫറൻസസ് അതർവൈസ് ലിംഗവ്യത്യാസത്തിന് എതിരെ നമ്മളെ ബ്ലൈൻഡ് ആക്കരുത്, അല്ലെങ്കിൽ നമ്മെ അന്ധരാക്കരുത്. ദ ഡിഫറൻസ് ഈസ് നെസസറി. ഈ ഒരു വ്യത്യാസം അത്യാവശ്യമാണ്. ഈ ഒരു ആശയത്തെ എലോബറേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ദി ഐഡിയ ദറ്റ് pursuing gender equality should not ignore gender differences means that people of all genders should have equal rights and opportunities. But it's also important to acknowledge their unique biological and psychological characteristics. This does not mean one gender is better or worse, just that they are different. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് ജെൻഡർ ഡിഫറൻസസ് അത് നമ്മുടെ സമൂഹത്തിൽ ഓൾറെഡി ഉള്ളതാണ്. ഫീമെയിൽസ് ഉണ്ട്, മെയിൽസ് ഉണ്ട്. രണ്ടു കൂട്ടർക്കും ഒരേപോലെ എന്താ പറയുക, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇക്വാലിറ്റി കൊടുക്കണം, എല്ലാ ഓപ്പർച്യൂണിറ്റീസും തുല്യമായിട്ട് വീതിക്കണം. അതേസമയം അക്സെപ്റ്റ് ചെയ്യണം ഈ ജെൻഡർ ഡിഫറൻസസ്. ഒരു ജെൻഡറും മറ്റൊരു ജെൻഡറിനേക്കാട്ടിലും മേലെയല്ല, അല്ലെങ്കിൽ ഫീമെയിൽസ് മെയിൽസിനേക്കാട്ടിലും മേലെയല്ല, അല്ലെങ്കിൽ മെയിൽസ് ഫീമെയിൽസിനേക്കാട്ടിലും മേലെയല്ല. യു അണ്ടർസ്റ്റാൻഡ്? രണ്ട് ജെൻഡേഴ്സാണ്. അതേസമയം രണ്ടും ഈക്വലി ഓപ്പർച്യൂണിറ്റീസ് രണ്ടും ഈക്വലി ട്രീറ്റ് ചെയ്യണം നമ്മുടെ സൊസൈറ്റിയിൽ. ഇത്രയേ ഉള്ളൂ. Some people argue that acknowledging these differences is necessary for a balanced society. For example, men and women might have different strengths and weaknesses, and recognizing these can help us work together more effectively. It's not about saying one gender is more valuable, but about valuing their distinct contributions. ഒരു ബാലൻസ്ഡ് സൊസൈറ്റിയിൽ ഈ ഡിഫറെൻറ്റ് ജെൻഡേഴ്സ് ആർ വെരി നെസസറി. ഒരു സ്ത്രീകൾ മാത്രമുള്ള ഒരു സമൂഹമാണ് നമ്മുടേത് എന്നാൽ എങ്ങനെയായിരിക്കും നമ്മുടെ സൊസൈറ്റി? അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമാണ് ഒരു സമൂഹത്തിൽ എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും നമ്മുടെ സൊസൈറ്റി? ഇറ്റ്സ് നോട്ട് ബാലൻസ്ഡ്, റൈറ്റ്? സ്ത്രീയും പുരുഷനും അടങ്ങുന്ന ഒരു സമൂഹമാണ് ബാലൻസ്ഡ് സൊസൈറ്റി. അതുകൊണ്ട് തന്നെ രണ്ട് ജെൻഡേഴ്സിനും ഈക്വലി വി മസ്റ്റ് ഗിവ് ഇമ്പോർട്ടൻസ്. അതേസമയം ഇവിടെ പറയുന്നത് സ്ത്രീകൾക്കാകട്ടെ പുരുഷന്മാരാകട്ടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ആർ ദെയർ. രണ്ട് രീതിയിലാണ്. സ്ത്രീക്കുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സസും പുരുഷന്മാർക്കുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സസും രണ്ടും വേരീസ്. അതൊരുപോലെയല്ല, ഇറ്റ്സ് ഡിഫറെൻറ്റ്. അത് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് പരമാവധി പറ്റുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് നമ്മുടെ വർക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക, അത് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതൊരു ബാലൻസ്ഡ് സൊസൈറ്റി ആയിരിക്കും. ആൻഡ് എവ്രി വൺ ഗെറ്റ്സ് ഓപ്പർച്യൂണിറ്റി. ഇവിടെ ഒരു പാർഷ്യാലിറ്റിയും ഇല്ല. ഒരു ജെൻഡറിന് പ്രത്യേകിച്ചൊരു വാല്യൂ ഇവിടെ നൽകുന്നില്ല. ഈക്വലി വി ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ബോത്ത് ദ ജെൻഡേഴ്സ് ഇൻ ഗിവിങ് കോൺട്രിബ്യൂഷൻസ് അവർ നൽകുന്നതിലാണ് ഇവിടെ പ്രാധാന്യം. അല്ലാതെ ഒരു ജെൻഡറിനും പ്രത്യേക ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. In relationships and families, acknowledging gender differences can be helpful. Some people believe that men and women bring different qualities to parenting and partnerships, and that these differences can be beneficial. It's not about limiting roles, but about recognizing the unique strengths each person brings. Here, നമുക്ക് മനസ്സിലാക്കാം, ഒരു ഫാമിലി ഒരു എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു സ്ത്രീ
പിന്നെ ഒരു പുരുഷൻ. അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്ത്രീക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവളിലുള്ള പൊട്ടൻഷ്യൽസ് ആർ ഡിഫറെൻറ്റ് ഫ്രം മെൻ, അല്ലേ? ഒരു പുരുഷൻ അവനുള്ള പൊട്ടൻഷ്യൽ ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ വുമൺ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു മാജിക്കൽ റിലേഷൻഷിപ്പ്, ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ് ടു ദ ചൈൽഡ്. അവിടെ പാരൻറ്റിങ് ബിക്കംസ് എ സംതിങ് ക്രിയേറ്റീവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പുരുഷൻ അവൻ്റേതാകുന്ന രീതിയിലും സ്ത്രീക്ക് അവളുടേതായ രീതിയിലും വെൻ ദേ പുട്ട് സംതിങ് ടുഗെദർ, അവർക്ക് അവരുടേതായ രീതിയിൽ അവർ ഒരു പാരൻറ്റിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊച്ചിന് നോക്കുമ്പോൾ അവരുടേതായ ഒരു എന്താ പറയുക, അവരുടേതായ വെയ്സ് ആർ ഡിഫറെൻറ്റ്. സ്ത്രീക്ക് അവളുടെ കെയറിങ് ക്യാരക്ടർ, പുരുഷനാകട്ടെ അവൻ്റെ വേറെ ഒരു ലവിങ് ക്യാരക്ടർ, സംതിങ് ഡിഫറെൻറ്റ് യുനോ. അവിടെ ഫാമിലീസിൽ പാരൻറ്റിങ്, നോട്ട് ഓൺലി പാരൻറ്റിങ്, ഇവിടെ പാരൻറ്റിങ് മാത്രമല്ല, ഒരു ഫാമിലി ഹാപ്പിനെസ്, ഒരു പ്രത്യേകതരം ഹാപ്പിനെസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. കാരണം രണ്ട് ജെൻഡേഴ്സാണ്. രണ്ട് ജെൻഡേഴ്സിലും ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽസ് ആർ ദേർ. അവരുടെ ആ പൊട്ടൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് both when they put together, it becomes very creative, it becomes special, it becomes magical. പക്ഷേ ഇവിടെ പാരൻറ്റിങ് ആവട്ടെ, ഫാമിലി ആവട്ടെ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ, ഇത് സ്ട്രെങ്തി ആകണമെങ്കിൽ എന്തായിരിക്കണം, അവരുടെ റോൾ മനോഹരമായിട്ട് അവർ ചെയ്യണമെങ്കിൽ ഒരു വ്യക്തി ചെയ്യുന്ന അവരുടെ റോൾ മറ്റേ വ്യക്തി അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അംഗീകരിക്കാനായിട്ട് തയ്യാറാകണം. എന്നാൽ മാത്രമേ ഈ ഒരു പാരൻറ്റിങ് ആകട്ടെ, ഫാമിലി ആകട്ടെ, ഓർ എൽസ് റിലേഷൻഷിപ്പ് ആവട്ടെ വർക്കൗട്ട് ആവുകയുള്ളൂ. Others argue that ignoring gender differences altogether can be problematic. It might lead to overlooking the specific needs and experiences of different genders. By acknowledging and valuing these differences, we can create a more inclusive and diverse society. When we study gender studies, ഒരു കൂട്ടം വ്യക്തികളുടെ മറ്റൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇഗ്നോർ ചെയ്യുക എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്താ പറഞ്ഞത്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അപ്രിഷ്യേറ്റ് ചെയ്യുക ഈച്ച് ജെൻഡർ ആൻഡ് ഇറ്റ് ബിക്കംസ് മാജിക്കൽ, ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഇതൊരു ബാലൻസ്ഡ് സൊസൈറ്റിയാണ്, റൈറ്റ്? ഇതേ സമയം ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന സൊസൈറ്റിയിൽ നമ്മൾ രണ്ടു കൂട്ടരും ഈക്വലി നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്ത് അവർ ഓക്കെ എല്ലാം ഓക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്. അത് ഇത്രയേ ഉള്ളൂ. അവർക്ക് വേണ്ടത്ര കെയർ, സം ജെൻഡേഴ്സ് നീഡ്സ് സ്പെഷ്യൽ കെയർ, എസ്പെഷ്യലി വിമൻ ഒരു ജെൻഡർ നമ്മളിവിടെ കണക്കാക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ, സിൻസ് ഇറ്റ്സ് എ പാട്രിയാർക്കൽ സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റി ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെയായിരിക്കാം സ്ത്രീകൾക്ക് കുറച്ചും കൂടിയും സ്പെഷ്യൽ കെയർ വേണം. It's not only because of patriarchal society, because she is weak in certain areas. Okay, you understand, I hope. ചില സമയത്തെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ ഈസ് റിക്വയർഡ്. കാരണം എന്താ, അവൾക്ക് അവളുടേതായ വീക്ക്നെസ്സസ് ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഈ വീക്ക്നെസ്സസ് ഉള്ള ആ ഒരു ഏരിയയിൽ അവൾക്ക് സ്പെഷ്യൽ കെയർ ഷീ നീഡ്സ്. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈക്വൽ സമത്വം ആവശ്യമാണ്. അതേസമയം എവിടെയാണോ അവളുടേതായ ജസ്റ്റിസിന് വേണ്ടിയിട്ടാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസിലാണെങ്കിലും ആ ഒരു വീക്ക്നെസ്സസ് കാരണം കൊണ്ട് ഡൗൺ ആകുന്ന സമയത്ത് അവൾക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ വെൻ ഷി റിക്വയേഴ്സ്, ദാറ്റ് സൊസൈറ്റി നീഡ്സ് ടു ഗിവ് എ സ്പെഷ്യൽ കെയർ. അങ്ങനെ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ഇങ്ങനെ ലോ ആയിരിക്കുന്ന ഈ ടൈമിൽ ഈ ഒരു സ്പെഷ്യൽ ജെൻഡറിന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ സൊസൈറ്റിയിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ പ്രോഗ്രസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഇറ്റ് ബിക്കംസ് എ ബാലൻസ്ഡ് സൊസൈറ്റി അഗെയിൻ. Ultimately, true equality is about fairness and justice, not about erasing differences. It's possible to recognize and celebrate the unique attributes associated with different genders while still promoting equal rights and opportunities. So finally, നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും, gender difference is there and we need to accept
ജെൻഡർ ഡിഫറൻസസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇക്വാലിറ്റി ഈസ് റിയലി നീഡഡ് എസ്പെഷ്യലി ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ പ്രോഗ്രസീവ് സൊസൈറ്റിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് സമത്വം. പക്ഷേ ഇവിടെ ഈ ഡിഫറൻസസിനെ, ജെൻഡർ ഡിഫറൻസസിനെ ഇറേസ് ചെയ്ത് അല്ലെങ്കിൽ മായ്ച്ച് കളയാൻ പറ്റുന്ന ഒന്നല്ല, മറിച്ച് അവർക്ക് മീൻസ് ബോത്ത് ജെൻഡേഴ്സ് വി ഷുഡ് ഗിവ് കെയർ ടു ഈച്ച് ജെൻഡർ. അപ്പോൾ എവിടെയാണോ ഏത് ജെൻഡറിനാണോ കൂടുതൽ കെയർ ഈസ് റിക്വയർഡ്, വി ഷുഡ് ഗിവ് കെയർ ടു ദാറ്റ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ടു ദാറ്റ് ജെൻഡർ. അപ്പോൾ എന്ത് സംഭവിക്കും? കുറച്ചും കൂടിയും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് എസ്പെഷ്യലി ഓപ്പർച്യൂണിറ്റീസ് ഷുഡ് ബി ഗിവൺ ടു ബോത്ത് ദ ജെൻഡേഴ്സ്. രണ്ട് ജെൻഡേഴ്സിനായാലും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനായിട്ട് നമ്മുടെ സമൂഹം തയ്യാറാവുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് വെരി ബ്യൂട്ടിഫുൾ, യു നോ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൗ ആർ ഓസ്ട്രേലിയൻ അബോറിജിനൽ പീപ്പിൾ ട്രൈങ് ടു പ്രിസർവ് ബ്ലാക്ക് ഹിസ്റ്ററി? കറുത്ത വർഗ്ഗക്കാരുടെ ചരിത്രം സംരക്ഷിക്കാനായിട്ട് എങ്ങനെയാണ് ഓസ്ട്രേലിയൻ ആദിവാസികൾ ശ്രമിക്കുന്നത്? Australian Aboriginal people are working hard to preserve their history and culture. They're using a mix of traditional practices, modern technology, and institutional initiatives to keep their stories alive. ഓസ്ട്രേലിയൻ ആദിവാസികൾ അവരവരുടെ ചരിത്രം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചരിത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. അതിൽ എസ്പെഷ്യലി നമുക്ക് എടുത്ത് പറയാനുള്ളത് ട്രഡീഷണൽ പ്രാക്ടീസസ്, മോഡേൺ ടെക്നോളജി, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇനീഷ്യേറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സ്ഥാപനങ്ങളുടെ ഒരു ആരംഭം. ഇതൊക്കെയാണ് അവർ നടത്തുന്ന ശ്രമങ്ങൾ, അവരുടെ സ്റ്റോറീസ് എന്താ പറയുക അലൈവായിട്ടിരിക്കാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറി മറിഞ്ഞ് അല്ലെങ്കിൽ ഇല്ലാതാക്കി പോകാതിരിക്കാനായിട്ട് അവർക്കത് സംരക്ഷിക്കണം. ദേ നീഡ് ടു പ്രൊട്ടക്റ്റ്, ദേ വാണ്ട് ടു പ്രൊട്ടക്റ്റ് their history, so they're trying hard through different ways. One way they are doing this is by passing down stories and knowledge through oral tradition. Elders share stories, songs and dances with younger generations, keeping their history and culture vibrant. These stories are often tied to the land and contain important lessons and laws. അതിനു വേണ്ടിയിട്ട് അവരെടുക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഓറൽ ട്രഡീഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാമൊഴി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, സ്റ്റോറീസിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ അവർ ഉണ്ടായിരുന്ന ഇൻസിഡൻസുകൾ, അവരുടെ എക്സ്പീരിയൻസുകൾ, അന്നത്തെ കാലത്തുണ്ടായിരുന്ന നിയമങ്ങൾ, ഇതൊന്നും എഴുതപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ എഴുതപ്പെടാത്ത കാര്യങ്ങളാണ് അവർക്ക് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നത് അല്ലേ. എഴുതപ്പെട്ടിട്ടുള്ളത് ഓൾറെഡി ഇറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ബുക്സ്. പക്ഷേ എഴുതപ്പെടാത്ത കാര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് അവരെന്താ ചെയ്യുന്നത്, ലൈക്ക് സ്റ്റോറീസ് അവരുടെ യങ്ങർ ജനറേഷന്, ഓൾഡ് പീപ്പിൾ, എൽഡർലി പീപ്പിൾ അവരവരുടെ യങ്ങർ ജനറേഷൻസിന് ഇത് സ്റ്റോറീസായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകളൊക്കെ ആയിട്ട് ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആൻഡ് ആ ജനറേഷൻ ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ അത് കൈമാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഓറൽ ട്രഡീഷനിൽ കൂടെയൊക്കെ ഈ കാര്യങ്ങൾ, ഇവരുടെ ഹിസ്റ്ററി സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. Technology is also playing a big role. Aboriginal communities are recording oral histories, digitizing photos, and creating online archives. This makes their history accessible to everyone, including their own people and their wider public. Digital tools are also helping to revive endangered Aboriginal languages. ഇവിടെ ടെക്നോളജി വന്നതിന് ശേഷം ധാരാളം ചേഞ്ചസ് ടേക്സ് പ്ലേസ്. ഇതുപോലെയുള്ള എൽഡർലി ആൾക്കാർ ഓറലായിട്ട് വാമൊഴിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റോറീസൊക്കെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ധാരാളം സോങ്സ്, അതുപോലെ അവരുടെ ലാംഗ്വേജസ്, ഇതെല്ലാം തന്നെ അവർക്ക് ഒന്നും കൂടി അതൊക്കെ ഒരു ആർക്കൈവായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ബുക്സുകൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല വിതരണം ചെയ്തത്, മറിച്ച് ദേ സ്റ്റാർട്ടഡ് പബ്ലിഷിങ് ഇറ്റ്. അത് മുഖേന പബ്ലിക്കിലോട്ട് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഇവരുടെ ഈ ഹിസ്റ്ററി എത്തിച്ചേരണം എന്നവർ ആഗ്രഹിച്ചു. Organizations like the Australian Institute of Aboriginal and Torres Strait Islander Studies
AIATSSIS are crucial in preserving Aboriginal history. They collect and share materials and support communities in managing their own heritage. അബോറിജിനൽ ഹിസ്റ്ററി പ്രിസർവ് ചെയ്യാൻ സഹായിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് AIATSIS. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യുനോ. ഇവരെന്താ ചെയ്തിരുന്നത്, ഇവർ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്യുകയും അതിനുശേഷം അവർ തന്നെ അവരുടെ വലിയൊരു സപ്പോർട്ട് മുഖേന ഇത് പബ്ലിഷ് ചെയ്യാനൊക്കെ സാധിച്ചിരുന്നു. Aboriginal people are also advocating for changes in education. They want Australian history to include indigenous perspectives, highlighting thousands of years of culture, resistance, and survival. This means working with elders to create resources that accurately represent Aboriginal stories. ഇവരുടെ അബോറിജിനൽ ആൾക്കാരുടെ ഒരു വലിയ ആവശ്യമായിരുന്നു എഡ്യൂക്കേഷണൽ ചേഞ്ചസ്. അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിച്ച വ്യക്തികളാണ് ഇവർ. എസ്പെഷ്യലി ഓസ്ട്രേലിയൻ ഹിസ്റ്ററിയിൽ ഇവരുടെ ആയിരക്കണക്ക് മീൻസ് 1000 വർഷങ്ങളോളം ഇവർ സ്ട്രഗിൾ ചെയ്തു, സഫർ ചെയ്തു. അപ്പോൾ ആ ഹിസ്റ്ററിയൊക്കെ തന്നെ ഓസ്ട്രേലിയൻ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തണം എന്നൊരു ആവശ്യം ഇവർ ഉന്നയിച്ചിരുന്നു. അത് കാരണം അവർക്കും വിത്ത് എൽഡേഴ്സ് ദേ ഓൾസോ വാണ്ട് ടു ബിക്കം പാർട്ട് ഓഫ് എൽഡേഴ്സ്. കാരണം അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററിയിൽ ഇവർക്ക് ദേ വാണ്ട് ടു ബിക്കം എ പാർട്ട് ഓഫ് ഇറ്റ്. ഇവരൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അവരെ മിങ്കിൾ ചെയ്യാനായിട്ട് അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു ബാരിയറൊക്കെ ദേ വാണ്ട് ടു ബ്രേക്ക് ഇറ്റ് ഡൗൺ. അവർക്ക് അത് ബ്രേക്ക് ചെയ്ത് ഈ ഓസ്ട്രേലിയൻ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമായി മാറണം എന്നൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ധാരാളം സമരങ്ങൾ പോലെയൊക്കെ നടത്തിയിരുന്നു. The arts are another powerful way Aboriginal people are preserving their history. Artists, writers, and filmmakers tell their stories, document injustices, and celebrate their culture. This helps ensure Aboriginal voices are heard and recorded in the national narrative. കലാരൂപങ്ങളായിരുന്നു ഈ അബോറിജിനൽ ആൾക്കാരുടെ മറ്റൊരു അവരുടെ ഒരു ഹിസ്റ്ററി പ്രിസർവ് ചെയ്യാനായിട്ട് അവരുപയോഗിച്ചിരുന്ന മറ്റൊരു മാർഗം. ആർട്ടിസ്റ്റ്, റൈറ്റേഴ്സ്, ഫിലിം മേക്കേഴ്സ് ഇവരൊക്കെ അവരുടെ സ്റ്റോറീസ് അവർ ഈ ഡോക്യുമെൻ്ററീസിൽ കൂടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കലകളിൽ കൂടെ അവരിതൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിച്ചിരുന്നു. Through these efforts, Aboriginal people are reclaiming and preserving their rich history for future generations. It's a testament to their resilience and determination to keep their culture alive. അപ്പോൾ ഈ കണ്ട മേഖലകളിലൊക്കെ ഇവർ ഈ എഫേർട്ട് എടുത്തത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൾച്ചർ അലൈവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, അത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കുറേ അധികം മാർഗങ്ങൾ സ്വീകരിച്ചത്. ആൻഡ് പുതിയ ജനറേഷൻസ് ഇനിയും മാറി മാറി വരുമ്പോൾ അവരൊന്നും ഈ കഴിഞ്ഞ കഥകളൊന്നും മറന്നു പോകാതിരിക്കാനായിട്ട് അത് പ്രിസർവ് ചെയ്യേണ്ടത് അത്യാവശ്യ ഘടകമാണെന്ന് അവർക്ക് തോന്നിയിരുന്നു. Okay, we move on to the 6th question. How do the phrases such as looking back, when I think back, and thinking back highlight the importance of past in Aboriginal writings? Aboriginal writers often use phrases like looking back or thinking back to highlight the importance of their past. These phrases show that the past is not just a distant memory, but a living part of their present. It's like the past and present are connected, and what's happened before still shapes who they are today. Aboriginal writers അവരെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫ്രേസസ് ആണ് ലൈക്ക് ലുക്കിംഗ് ബാക്ക്, തിങ്കിങ് ബാക്ക്, ഓൾ ദീസ് തിങ്സ്. എന്തിനാണ് അങ്ങനെ അവർ ഉപയോഗിക്കുന്നത്? കാരണം അവരെന്തായിരുന്നോ പണ്ട്, അവരുടെ ഹിസ്റ്ററിയിൽ അവരെന്തായിരുന്നോ അങ്ങനെ അവരുടെ ആ കഷ്ടപ്പാടുകൾക്കൊക്കെ ഫലമാണ് അവർ ഇന്ന് കാണുന്ന അവരുടെ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ അവർ ഇന്ന് ജീവിക്കുന്ന അവരുടെ ആ ഒരു പ്രസൻറ്റ് ലൈഫ്. അപ്പോൾ അന്നത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു
മെച്ചപ്പെട്ട രീതിയിലാണ് ഇന്ന് അവർ ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അവർ ദേ നോട്ട് ഫോർഗെറ്റിംഗ്. അവർ ആ പണ്ടത്തെ കാര്യങ്ങളൊന്നും തന്നെ മറക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ആ റൈറ്റേഴ്സ് ആ അന്നത്തെ കാലങ്ങൾ മീൻസ് ആ ഹിസ്റ്ററി എന്താ പറയുക അഗെയിൻ ചെറിഷിങ് ഇറ്റ്. ശരിക്കും പറഞ്ഞാൽ അത് ചെറിഷിങ് ആണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അവരത്രയും ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് അവരുടെ പാസ്റ്റ് ലൈഫിന്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പാസ്റ്റ് അവരുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് പ്രിസർവ് ചെയ്യാൻ നോക്കിയിരുന്നതും. അത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ് അല്ലേ. കാരണം അത്രയും വാല്യൂ അവർ നൽകുന്നുണ്ട്. This way of thinking about time is different from the Western view, where past, present, and future are separate. For Aboriginal people, the past is always present, and it's a source of wisdom and knowledge. When they look back, they're not just remembering something that happened long ago, they're connecting with their history and culture. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കമ്പാരിസമാണ്. വെസ്റ്റേൺ വ്യൂവും അബോറിജിനലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. വെസ്റ്റേൺ വ്യൂവിൽ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നീ 3 ടൈം പീരിയഡ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ജീവിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതേസമയം അബോറിജിനൽ പീപ്പിൾ അവരങ്ങനെയല്ല. അവർക്ക് പാസ്റ്റ് എന്ന് പറയുന്നതും പ്രസൻറ്റ് എന്ന് പറയുന്നതും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട്. കാരണം ഓൾറെഡി പാസ്റ്റിൽ അവരെന്തായിരുന്നു എന്നുള്ളത് അത് കുറേ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് മുന്നേ വർഷങ്ങൾക്ക് മുന്നേ നടന്നു പോയ അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുന്നേ നടന്നു പോയ ഒരു കാര്യമായിട്ടല്ല അവർ കരുതുന്നത്. മറിച്ച് എന്താ കരുതുന്നത്? ദേ തിങ്കിങ് ദാറ്റ് അത്രയും വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിലും ദാറ്റ് ദേ ആർ ചെറിഷിങ് ഇറ്റ് ആൻഡ് ആ ഒരു കാര്യത്തെ അവർ ഇന്നത്തെ ലൈഫുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. പണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സഫറിങ്സ് അത് കഴിഞ്ഞു പോയി എന്നല്ല അവർ വിചാരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് അവർക്ക് ഇന്ന് ഇങ്ങനെ ഒരു നല്ല ജീവിതം കിട്ടിയത്. അത്രയും ബുദ്ധിമുട്ടിയത് കൊണ്ടാണ് ഇന്ന് വാട്ട് ദേ ആർ ടുഡേ. ആ ഒരു ഗ്രേറ്റ്ഫുൾ ആറ്റിറ്റ്യൂഡിലാണ് അവർ എപ്പോഴും ജീവിക്കുന്നത്. സോ അവർ പ്രസൻറ്റ് ലൈഫിനും പാസ്റ്റ് ലൈഫിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. These phrases are also linked to the oral tradition, where stories and knowledge are passed down through generations by word of mouth. Memory is a powerful tool, and Aboriginal people use it to keep their history and culture alive. By thinking back, they are accessing a rich source of knowledge that's been shared and remembered for thousands of years. ഈ ഓറൽ ട്രഡീഷനും വളരെയധികം ഇമ്പോർട്ടൻസ് ഇവിടെ നൽകുന്നുണ്ട്. ഈ സ്റ്റോറീസ്, നോളജ് ഇതൊക്കെ എൽഡേഴ്സിൽ നിന്നും എന്താ പറയുക ന്യൂ ജനറേഷൻസിലോട്ട് വാമൊഴിയായിട്ട് ഇങ്ങനെ പാസ് ചെയ്തു എന്ന് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ മെമ്മറി, ഈ സ്റ്റോറീസൊക്കെ പറയണമെങ്കിൽ ഒരു മെമ്മറി വേണം അല്ലേ. അപ്പോൾ ഈ മെമ്മറി എന്ന് പറയുന്ന ഒരു ടൂൾ വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. അബോറിജിനൽ പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി അവർ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒന്നാണ് ഈ മെമ്മറി. ഈ മെമ്മറി ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ഹിസ്റ്ററി അലൈവായിട്ട് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി വരുന്നതിന് മുൻപേ ടെക്നോളജി വന്നതിന് ശേഷവും അവരുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? എൽഡർലി ആൾക്കാർ ആ പാസ്റ്റ് ലൈഫ് അവർ പറയാനായിട്ട് ഈ ഒരു ടൂൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്, റൈറ്റ്. പിന്നെ ബൈ തിങ്കിങ് ബാക്ക്, ആ തിങ്കിങ് ബാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇറ്റ്സ് സംതിങ് ഡിഫറൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് 1000 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ പോലും ചകഞ്ഞ് എടുക്കുന്നത്. ആൻഡ് ദാറ്റ് ബിക്കംസ് എ ഹിസ്റ്ററി. എന്താ പറയുക, അത് ആ ഹിസ്റ്ററീനെ ഒന്ന് അലൈവ് ചെയ്യാനായിട്ട്, അത് സംരക്ഷിക്കപ്പെടാനായിട്ട് അവർ ശ്രമിച്ചതും. ഓക്കെ. The connection to land is another important aspect. When Aboriginal people look back, they are often thinking about their traditional country, the land and stories that are part of who they are. This connection to land is central to their identity, and it's something that's been disrupted by colonialism. Look back, ആ ഒരു ഫ്രേസ് ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെയും പാസ്റ്റ് ലൈഫിന് തന്നെയാണ് അവർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ്, എസ്പെഷ്യലി ലാൻഡ്.
ഈ ലുക്ക് ബാക്ക് എന്ന ഒരു ഫ്രേസ് ഇവിടെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യമാണ് അവരുടെ ലാൻഡിനെ കുറിച്ചിട്ട്. ലാൻഡ് ഇവിടെ കോളനൈസേഴ്സ് വരികയും കൊളോണിയാലിസം മുഖേന അവരുടെ ലാൻഡ് അവർ ക്യാപ്ചർ ചെയ്യുകയും ഇവർക്കതൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വലിയ തീരാ ദുഃഖം എന്നൊക്കെ തന്നെ പറയാം. അതിൻ്റെ ഒരു മെമ്മറിയിൽ അവർ റൈറ്റേഴ്സ് ഇങ്ങനെ എഴുതുമ്പോൾ അവർക്ക് വരുന്ന ആ ഒരു ഫ്രേസാണ്, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് ലുക്ക് ബാക്ക്. Using these phrases is also a way for Aboriginal writers to assert their cultural strength and continuity. It's a refusal to let their history be erased or told only through a colonial lens. By thinking back, they are keeping their stories and knowledge alive and sharing them with the world. അപ്പോൾ ബൈ തിങ്കിങ് ബാക്ക് അങ്ങനെയുള്ള കുറേ അധികം ഫ്രേസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ ഫ്രേസുകളെല്ലാം തന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ആ പാസ്റ്റ് ലൈഫിനെ അവർ പ്രസൻ്റിൽ അവർ എന്താ പറയുക മറക്കുകയല്ല, അവർ ആ മെമ്മറീസൊക്കെ എടുത്തുകൊണ്ട് അത് ഇനിയും ജീവിക്കണം. ആ മെമ്മറീസ്, ആ പാസ്റ്റ് ലൈഫിന് അവർ ജീവൻ കൊടുക്കുന്നതാണ് ഈ പറയുന്ന ലുക്കിംഗ് ബാക്ക്, തിങ്കിങ് ബാക്ക് എന്ന് പറയുന്ന കുറേ ഫ്രേസുകൾ റൈറ്റേഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. അവരുടെ ആ ഒരു എന്താ പറയുക ലാൻഡിന് നൽകുന്ന പ്രാധാന്യമാകട്ടെ, പുതിയ ന്യൂ ജനറേഷൻസിന് ഇവർ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റോറീസ് എല്ലാം തന്നെ ഇതിൽ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അതിനൊക്കെ തന്നെ പ്രാധാന്യമുണ്ട്. ആൻഡ് ഫൈനലി, ഓവറോൾ ഫ്രേസസ് ലൈക്ക് ലുക്കിംഗ് ബാക്ക് ഷോ ദി ഇമ്പോർട്ടൻസ് ഓഫ് മെമ്മറി, കൾച്ചർ ആൻഡ് കണക്ഷൻ ടു ലാൻഡ് ഇൻ അബോറിജിനൽ ലൈഫ്. They are a reminder that the past is always present and it's a source of strength and wisdom. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ലുക്കിംഗ് ബാക്ക് ഇങ്ങനെയുള്ള കുറേ അധികം വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചതൊക്കെ തന്നെ എന്താണ്, അബോറിജിനൽ ലൈഫിൻ്റെ അവരുടെ ആ ലൈഫ് അവർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൾച്ചർ, അവരുടെ ഹിസ്റ്ററി, അവരുടെ ലാൻഡ്, ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല മറിച്ച് പബ്ലിക്കിനെ, ലോകം മൊത്തം അവർക്ക് അറിയിക്കാനുള്ള ഒരു ആഗ്രഹമാണ് ഈ അബോറിജിനൽ ആൾക്കാർ, റൈറ്റേഴ്സ്, എസ്പെഷ്യലി റൈറ്റേഴ്സ് അവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു ശ്രമങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ ഫ്രേസസൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 7th question. What kind of critical reception did the palm wine drunkard get? What made Western critics praise the palm wine drunkard? The Palm Wine Drunkard, a novel by Amos Tutuola, received a mixed reaction when it was first published. Western critics loved it for its originality and imaginative power, praising its unique blend of Yoruba folklore and English language. They saw it as a fresh and exciting work that offered a glimpse into African culture. Amos Tutuola എഴുതിയിട്ടുള്ള ദ പാം വൈൻ ഡ്രിങ്കേർഡ് എന്ന നോവൽ, അത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് ധാരാളം റിയാക്ഷൻസ്, ഓക്കെ, മിക്സ്ഡ് റിയാക്ഷൻസ് ആണ്, ധാരാളം റിയാക്ഷൻസ് അതിന് വന്നിരുന്നു. എസ്പെഷ്യലി വെസ്റ്റേൺ ക്രിട്ടിക്സ് അവരിതിനെ ധാരാളം അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. എസ്പെഷ്യലി അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുപോലെ യോരുബ ഫോക്ലോർ ആണ് ഇതിൽ, എന്നുവെച്ചാൽ യോരുബ നാടോടി കഥകളൊക്കെയാണ് ഇതിൽ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാനുള്ളത്, അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ഒറിജിനാലിറ്റി, ഇമാജിനേറ്റീവ് പവർ വളരെ ക്രിയേറ്റീവായിട്ടാണ് വെസ്റ്റേൺ ക്രിട്ടിക്സിന് തോന്നിയത്. അതൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് വർക്കായിട്ട് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ആ ഒരു ആഫ്രിക്കൻ കൾച്ചറിലോട്ടുള്ള ഒരു ചായ്വും കൂടി, ആ ഒരു ഗ്ലിംസും കൂടിയും അവർക്കതിൽ കാണാൻ സാധിച്ചു ഈ ഒരു വർക്കിൽ. However, some Nigerian intellectuals were critical of the book, feeling that its broken English perpetuated colonial stereotypes. They thought it presented a primitive image of Africa to Western audiences. But over time, opinions shifted, and the novel is now recognized as a landmark text in African literature. അതേസമയം നൈജീരിയൻ ഇൻ്റലക്ച്വൽസ് അല്ലെങ്കിൽ നൈജീരിയൻസ് അവരുടെ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ അവർ കണ്ടത് ഈ വർക്ക് അത്രയ്ക്കും
മനോഹരമായിരുന്നില്ല. എസ്പെഷ്യലി അതിൽ ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു ബ്രോക്കൺ ഇംഗ്ലീഷ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ഇംഗ്ലീഷ് ആയിട്ടല്ല അവർക്ക് തോന്നിയത്. അപ്പോൾ അത് അത്രയും അവരെ രസിപ്പിച്ചിരുന്നില്ല. നൈജീരിയൻ ജനത്തെക്കുറിച്ചിട്ട് സംബന്ധിച്ച് അല്ലെങ്കിൽ നൈജീരിയൻ ക്രിട്ടിക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വർക്ക് ജസ്റ്റ് ആഫ്രിക്കൻ ഒരു മോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കളിയാക്കുന്ന രീതിയിൽ ആഫ്രിക്കൻ ഇമേജസ് ഒക്കെ വെച്ച് അത് ജസ്റ്റ് ഈ എന്താ പറയുക ഇംഗ്ലീഷ് ആൾക്കാർ അല്ലെങ്കിൽ വെസ്റ്റേൺ ഓഡിയൻസസിനെ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഫ്രിക്കൻസിനെ വെറുതെ കരുവാക്കുകയാണ് എന്നാണ് ഇവർക്ക് നൈജീരിയൻ ക്രിട്ടിക്സിന് തോന്നിയത്. പക്ഷെ പിന്നീട് അങ്ങനെയൊന്നുമല്ല. നൈജീരിയൻ്റെ ആ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ വാസ് റോങ്. കാരണം പിന്നീട് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുകയും ഇതൊരു ലാൻഡ് മാർക്ക് നോവലായിട്ട് കൺസിഡർ ചെയ്യുകയും ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ ഒരു സ്ഥാനം തന്നെ ഈ ഒരു നോവലിന് ലഭിക്കുകയും ചെയ്തു. Western critics like Dylan Thomas and T.S. Eliot praised the book for its authenticity and unique narrative style. They saw Tutuola's use of language as innovative and effective, comparing it to James Joyce or Mark Twain. The novel's themes of self-discovery and the human condition were also seen as universal and relatable. വെസ്റ്റേൺ ക്രിറ്റിക്സ് ആയിട്ടുള്ള ദിലാൻ തോമസും അതുപോലെ ഈലിയറ്റും അവർ രണ്ടുപേരും അതുപോലെ ധാരാളം മറ്റ് ക്രിറ്റിക്സുകളുണ്ട് കേട്ടോ. അതിൽ പേരുകൾ നൽകുന്നില്ല എന്നേ ഉള്ളൂ. ഇവരെല്ലാം തന്നെ ഈ ബുക്സിൻ്റെ ഒതൻറ്റിസിറ്റിയെ കുറിച്ചിട്ട് ഒരു യുണീക്ക് നരേറ്റീവ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്തു കഴിഞ്ഞു. ഈ വർക്കിനെ അവർ ജെയിംസ് ജോയ്സിൻ്റെയും അതുപോലെ മാർക്ക് ട്വെയിൻ്റെയും ഒക്കെ വർക്കുകളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ ലാംഗ്വേജ് അവർ അപ്രിഷ്യേറ്റ് ചെയ്തത്. ഈ നോവലിൻ്റെ പ്രധാന തീം എന്ന് പറയുന്നത് സെൽഫ് ഡിസ്കവറിയും ഹ്യൂമൻ കണ്ടീഷനുമായിരുന്നു. അത് ആ ഒരു സമയത്തെ സൊസൈറ്റിയുമായിട്ട് ഒത്തിരി റിലേറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്കിന് അല്ലെങ്കിൽ ഈ ഒരു നോവലിന് വലിയ രീതിയിൽ അംഗീകാരം ലഭിച്ചു. The Palm Wine Drunkard is a story that blends Yoruba mythology with everyday life, creating a fantastical and dreamlike narrative. Its unique style and themes have made it a classic of world literature, influencing later writers like Ben Okri. ഈ പാം വൈൻ ഡ്രിങ്കർഡ് എന്ന് പറയുന്ന ഈ ഒരു നോവൽ യോരുബ മിത്തോളജിയുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇതിന് കൂടുതൽ പ്രശംസയും നൽകിയിട്ടുള്ളത്. ധാരാളം യങ് റൈറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. എസ്പെഷ്യലി റൈറ്റേഴ്സ് ലൈക്ക് ബെൻ ഓക്രി. Today, the novel is celebrated for its originality and cultural significance. It's a testament to the power of storytelling and the importance of preserving traditional cultures. The Palm Wine Drunkard remains a vital and innovative work that continues to inspire readers around the world. ഇന്ന് ഈ ഒരു നോവലിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ലിറ്ററേച്ചറിൽ. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഒത്തിരി റീഡേഴ്സിനെ അതുപോലെ തന്നെ റൈറ്റേഴ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു വർക്കാണിത്. ട്രഡീഷണൽ കൾച്ചർ ഇത് ആ ഒരു മിത്തോളജിയൊക്കെ ഇതൊക്കെ പ്രിസർവ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുള്ളൊരു വർക്കും കൂടിയാണ്. ആൻഡ് എസ്പെഷ്യലി ഇതിൻ്റെ ലാംഗ്വേജ് സ്റ്റൈൽ, നരേറ്റീവ് സ്റ്റൈൽ ക്രിയേറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. 8th question. How is the Palm Wine Drunkard different from or similar to the Picaresque novel? The Palm Wine Drunkard is a novel that shares some similarities with the Picaresque genre, but it is also very different. Like Picaresque novels, it features a wandering protagonist who goes on a series of adventures and encounters strange creatures. The story is told in the first person, giving us a personal account of the Drunkard's journey. അത് പറയുകയാണെങ്കിൽ ദ പാം വൈൻ ഡ്രിങ്കാർഡ് എന്ന നോവലും അതുപോലെ തന്നെ പിക്കാരസ്ക്യൂ ജനറും തമ്മിൽ ധാരാളം ഡിഫറൻസസും ഉണ്ട്, അതേസമയം സിമിലാരിറ്റീസും ഉണ്ട്. പിക്കാരസ്ക്യൂ നോവലിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രൊട്ടാഗോണിസ്റ്റ് അല്ലെങ്കിൽ നായകൻ എന്ന് പറയുന്ന വ്യക്തി ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സാഹസികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്ന വിചിത്രമായിട്ടുള്ള ജീവികളെ കണ്ടുമുട്ടുന്ന ഒരു പ്രൊട്ടാഗോണിസ്റ്റാണ്. ഇതേ സംഭവം തന്നെയാണ് നമുക്ക് ഇവിടെയും ദ പാം വൈൻ ഡ്രിങ്കാർഡിലെ നായകനിലും കാണാൻ സാധിക്കുന്നത്.
പാം വൈൻ ഡ്രിങ്കാർഡിൽ ആദ്യത്തെ ആ ഒരു ദ സ്റ്റോറി സ്റ്റോൾ ഇൻ ദ ഫസ്റ്റ് പേഴ്സണിൽ തന്നെ ആ ഡ്രിങ്കാർഡ്സിൻ്റെ ജേണിയെ കുറിച്ചിട്ട് വ്യക്തമാക്കുന്നുണ്ട്. However, the palm wine drinkard is deeply rooted in Yoruba folklore and mythology, which sets it apart from traditional picaresque novels. The story is more focused on spiritual quest and exploring the human connection to the spirit world, rather than social critique or satire. പക്ഷേ എന്നിരുന്നാലും ദ പാം വൈൻ ഡ്രിങ്കാർഡ് എന്ന് പറയുന്ന ഈ ഒരു നോവൽ കൂടുതലായിട്ടും യോരുബ നാടോടി കഥകളിലും അതുപോലെ അതിലെ മിത്തോളജിയിലുമൊക്കെ ആയിരുന്നു റൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിലായിരുന്നു വിശ്വസിച്ചതും. ഈ നോവലിൽ കൂടുതലായിട്ടും അതിൻ്റെ ഒരു കണക്ഷനാണ് കാണാൻ സാധിക്കുക. ഈ ഒരു വസ്തുതയാണ് പിക്കാരസ്ക്യൂ നോവലിൽ നിന്നും ഈ ദ പാം വൈൻ ഡ്രിങ്കാർഡ് എന്ന് പറഞ്ഞ നോവലിനെ വ്യത്യസ്തമാക്കുന്നത്. The palm wine drinker novel is giving more importance, കൂടുതൽ ഇമ്പോർട്ടൻസും സ്പിരിച്വൽ ലൈഫിനാണ്, ആത്മീയതയ്ക്കാണ് കൂടുതലായിട്ടും പ്രാധാന്യം നൽകുന്നത്. സാമൂഹ്യ വിമർശനത്തിനൊന്നും ആയിരുന്നില്ല. The protagonist, the drunkard, is not a cunning rogue like the typical picaresque hero. He is more of a naive and lazy character who is driven by his desire for palm wine. His journey is a spiritual one, and he is not just looking for survival, but also for understanding and connection. ഇവിടെ പിക്കാരസ്ക്യൂലെ ഹീറോ എന്ന് പറയുന്നത് ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അതേസമയം ഡ്രങ്കാർഡിലെ പ്രൊട്ടാഗോണിസ്റ്റ് അല്ലെങ്കിൽ നായകൻ എന്ന് പറയുന്ന വ്യക്തി അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ കണ്ണിങ് അല്ല, ഒരു സൂത്രശാലി ഒന്നുമല്ല. ഇവിടുത്തെ നായകൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാം വൈൻ ഉണ്ടല്ലോ, പാം വൈനിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര ഒരു ആഗ്രഹം. അതേസമയം അദ്ദേഹം ഒരു മടിയനായിട്ടുള്ള ഒരു പ്രൊട്ടാഗോണിസ്റ്റാണ്. അദ്ദേഹം കൂടുതലായിട്ടും സ്പിരിച്വൽ ലൈഫിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നതും പിന്നെ മനസ്സിലാക്കൽ അതിനൊക്കെയാണ് കൂടുതലായിട്ടും പ്രാധാന്യം നൽകുന്നത്. വാല്യൂസിനാണ് കൂടുതലായിട്ടും പ്രാധാന്യം നൽകുന്നത്. The novel's style is also unique, with a dream-like quality that's reminiscent of magical realism. Tutuola's use of language is innovative and reflects the oral storytelling tradition of Yoruba culture. ഈ നോവലിൻ്റെ ഒരു ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ഡ്രീം ലൈക്ക് ക്വാളിറ്റിയാണ്. ഒരു സ്വപ്നലോകത്തിലൊക്കെ നടക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ക്വാളിറ്റി സ്റ്റൈലിലാണ് ഇതിൻ്റെ വർക്ക് രചിച്ചിരിക്കുന്നത്. ഇവിടെ ടുട്ടുവോളയുടെ ആ ഒരു ലാംഗ്വേജ്, യൂസ് ഓഫ് ലാംഗ്വേജും അതുപോലെ തന്നെ യോരുബ ട്രഡീഷനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങും രണ്ടും കൂടി ആയപ്പോൾ വളരെ മനോഹരമായി ഈ നോവൽ അവതരിപ്പിച്ചിട്ടുണ്ട്. While picaresque novels often critique social norms and hypocrisy, The Palm Wine Drinker explores themes of community, spirituality, and the human relationship with the natural world. It's a story that's deeply rooted in Yoruba values and culture, and it offers a fresh perspective on the human experience. Picaresque novels സോഷ്യൽ നോംസിനെയും ഹിപ്പോക്രസിയെയും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് പാം വൈൻ ഡ്രിങ്കാർഡ് എന്ന് അവർ ആ ഒരു നോവൽ എക്സ്പ്ലോർ ചെയ്യുന്നത് കമ്മ്യൂണിറ്റി, സ്പിരിച്വാലിറ്റി, ഹ്യൂമൻ റിലേഷൻഷിപ്സ്, നാച്ചുറൽ വേൾഡ്, ഒരു പുതിയ ലോകത്തിലേക്കുള്ള ഒരു വലിയ മാറ്റങ്ങളെ കുറിച്ചിട്ടും സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ടൊക്കെയാണ്, ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ ഒരു വാല്യൂ, ഇതിനൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതുതന്നെയാണ് ഇവിടെ യോരുബയുടെ മിത്തോളജിയൊക്കെ എടുത്തുകൊണ്ട് അവരുടെ വാല്യൂസ്, അതിലെ കൾച്ചറൊക്കെ ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളതും. Overall, The Palm Wine Drinkard is a novel that blends elements of the picaresque genre with African mythology and oral storytelling traditions. It's a unique and powerful work that explores themes of identity, community, and spirituality. അപ്പോൾ ആഫ്രിക്കൻ മിത്തോളജിയുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള വർക്കാണിത്. പിന്നെ ഇതിൻ്റെ യുണീക്കായിട്ടുള്ള പവർഫുൾ വാല്യൂസൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനിയും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്, അത് ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, MEG 15
എൻ്റെ കയ്യിൽ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല. പക്ഷെ ഞാൻ കുറച്ച് മെയിൽസുകളായി കണ്ടിന്യൂസ്ലി എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ വർക്ക് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുള്ളതും എൻ്റെ കയ്യിൽ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല എന്നാണ്. പക്ഷെ ദയവ് ചെയ്ത് ഈ ഒരു വർക്ക് അപ്ലോഡ് ചെയ്യൂ. അവർക്ക് 2-3 ദിവസമേ ഉള്ളൂ ഇനി എക്സാമിനായിട്ട്. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാനായിട്ട് ഇപ്പോൾ ടൈം ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അപ്ലോഡ് ചെയ്യുന്ന വർക്ക്സുകളാണിത്. അപ്പം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ അഡ്വൈസ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ടാണ്. MEG 15 കാര്യം മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ബാക്കി എല്ലാ വർക്ക്സുകളും എൻ്റെ കയ്യിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MEG 15 വർക്ക് മെറ്റീരിയൽസ് എനിക്ക് അവൈലബിൾ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാൻ ഓൾറെഡി MEG 1 ചെയ്യുന്നതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ MEG 15 ചെയ്യുന്നില്ല എന്നാണ് കരുതിയിട്ടുള്ളത്. ഓക്കെ, സോ ഇഫ് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതി വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കൈൻഡ്ലി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇനിയും ഇതിൽ ക്വസ്റ്റ്യൻസുകൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട കേട്ടോ. ഓക്കെ.